നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള KSRTC ഡബിൾ ഡെക്കർ ബസിന്റെ ട്രയൽ റൺ ആവേശമായി. യാത്രക്കാരായി മന്ത്രിമാർ അടക്കമുള്ളവർ. പുതുക്കാട് തെക്കേത്തുറവ് ഗേറ്റിന് സമീപം ട്രെയിൻ തട്ടി വയോധിക മരിച്ചു. മരിച്ചത് വടക്കേത്തുറവ് സ്വദേശിനി. ചേർപ്പിൽ വീട് കയറി ആക്രമണം നടത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. ഓട്ടോറിക്ഷയും വീടിന്റെ ജനാലയും KECBയുടെ മീറ്റർ ബോർഡും പ്രതി അടിച്ചു തകർത്തു. കലാവിരുന്നൊരുക്കി പറപ്പൂക്കര പഞ്ചായത്തിന്റെ ചിറക് 2025. നിരവധി പേർ പങ്കെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള KSRTC ഡബിൾ ഡെക്കർ ബസിന്റെ ട്രയൽ റൺ ആവേശമായി. പറഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തൃശൂരിന്റെ സ്വന്തം ഡബിൾ ഡെക്കർ ബസ് നഗരത്തിലെത്തിയെന്ന് മാത്രമല്ല, തൃശൂരിൽ നിന്നുള്ള ട്രയൽ റണ്ണും നടത്തി. രാമനിലയത്തിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്ത് മന്ത്രിമാരായ K. രാജനും ഗണേഷ് കുമാറും ആദ്യാവസാനം വരെ യാത്രയിൽ പങ്കാളികളായി. ആകാശം മുട്ടെ ഇരുന്ന് സ്വരാജ് റൗണ്ടൊന്ന് ചുറ്റിക്കണ്ട് കിഴക്കേക്കോട്ടയിലൂടെ മണ്ണുത്തിയിലെത്തി. തുടർന്ന് ദേശീയപാതയിലൂടെ കുട്ടനെല്ലൂർ ഓവർബ്രിഡ്ജ് താണ്ടി നേരെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക്. സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷം മന്ത്രി K. രാജന്റെ മുഖത്ത് നിറഞ്ഞു നിന്നു. ഡബിൾ ഡെക്കർ ബസ് ട്രയൽ റൺ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയായിരുന്നു. ഇവിടെ സുവോളജിക്കൽ പാർക്ക് ആരംഭിച്ചപ്പോൾ അതിനകത്ത് ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശത്തിന് വേണ്ടി അദ്ദേഹവുമായി നേരത്തെ സംസാരിച്ചിരുന്നു. യാത്ര കൊള്ളാം. ഈ കേബിളുകളൊക്കെ ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് യാത്ര വളരെ സ്ലോ ആയതിൻ്റെ കാരണം കേബിൾ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ കേബിളൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വണ്ടി വളരെ വേഗത്തിൽ, കുറച്ചുകൂടെ വേഗത്തിൽ, ഒരു 10-15-20 മിനിറ്റ് മുമ്പെങ്കിലും നേരത്തെ എത്താൻ പറ്റും. കാരണം അത് ഈ കേബിൾ നമ്മൾ നോക്കി ഡ്രൈവർ വളരെ കെയർഫുള്ളായിട്ട് നോക്കണം. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് വരെ ആ കേബിളിനെ ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അവർ ഒരു ശ്രമപ്പെട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് മാറുന്നതോടുകൂടി വളരെ വേഗത്തിൽ, കുറച്ചുകൂടെ വേഗത്തിൽ വണ്ടി എത്തും. മന്ത്രി ഗണേഷ് കുമാറിനിത് സന്തോഷത്തിന്റെ നിമിഷമായിരുന്നു. പാർക്കിനുള്ളിലൂടെ പക്ഷിമൃഗാദികളെ കണ്ടാസ്വദിച്ച് പ്രധാന കവാടത്തിലെത്തി. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ ജീവനക്കാർ ചേർന്ന് സ്വീകരിച്ചു. മേയർ MK വർഗീസ്, P. ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും പങ്കാളികളായി. ഉദ്ഘാടനം കഴിഞ്ഞാലും നിരവധി പരീക്ഷണ ഓട്ടങ്ങൾക്ക് ശേഷമാകും അനുമതിയോടെ നിയന്ത്രിതമായ യാത്രക്കാർക്കായി ഡബിൾ ഡെക്കറിന്റെ ഡബിൾ ബെൽ മുഴങ്ങുകയുള്ളൂ. അതിനായി അല്പം കൂടി കാത്തിരിക്കണം. പുതുക്കാട് തെക്കേത്തുറവ് ഗേറ്റിന് സമീപം ട്രെയിൻ തട്ടി വയോധിക മരിച്ചു. വടക്കേത്തുറവ് സ്വദേശി വടക്കൂട്ടുവീട്ടിൽ പരേതനായ ചന്ദ്രന്റെ ഭാര്യ വത്സലയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ വയോധികയെ പിന്നീട് ട്രെയിൻ തട്ടിയ നിലയിൽ നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സുഭാഷ് മകനും ദിവ്യ മരുമകളുമാണ്. തായ്ലാന്റിൽ മരിച്ച പുന്നൂക്കര സ്വദേശിനിയുടെ സംസ്കാരം വെള്ളിയാഴ്ച നടക്കും. പുന്നൂക്കര പോസ്റ്റ് ഓഫീസ് റോഡിലെ ചീരമ്പൻ വീട്ടിൽ ബിജുവിന്റെ ഭാര്യ 44 വയസ്സുള്ള ജാനറ്റാണ് മരിച്ചത്. കഴിഞ്ഞ 3-നാണ് വിനോദയാത്രയ്ക്കായി കുടുംബസമേതം ജാനറ്റ് തായ്ലാന്റിലേക്ക് പോയത്. ഒക്ടോബർ 6-ന് ഫുക്കറ്റിൽ ബീച്ച് റൈഡിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ജാനറ്റിന് ഹൃദയാഘാതമുണ്ടായത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ ഒക്ടോബർ 9-ന് മരിച്ചു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11-ന് പുന്നൂക്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടക്കും. ഐറിൻ മരിയ, ഷോൺ, സ്റ്റെയിൻ എന്നിവർ മക്കളാണ്. കന്നാറ്റുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ LP വിഭാഗത്തിനായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് മുഖ്യ അതിഥിയായി. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EK സദാശിവൻ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസിലി തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബനാസർ മൊയ്തീൻ, സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു P. ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു.
സംസ്ഥാന സർക്കാരിന്റെ 24-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ 1 കോടി രൂപ അനുവദിച്ചാണ് നിർമ്മാണം. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. MLA വികസന രേഖയുടെ പ്രകാശനം നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, തലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AG ഷൈജു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് റിസോഴ്സ് പേഴ്സൺ സ്റ്റാർലിൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിൻ മേലേടത്ത്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K അജിത എന്നിവർ സംസാരിച്ചു. വികസന റിപ്പോർട്ട് അവതരണവും നടത്തി. പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. തൊട്ടിപ്പാൾ പാടശേഖരം സന്ദർശിച്ച് പറപ്പൂക്കര സെന്റ് ജോൺസ് പബ്ലിക് സ്കൂളിലെ കുരുന്നുകൾ. LKG UKG ക്ലാസ്സിലെ കുട്ടികളാണ് അബ്രഹാം പുതുശ്ശേരിയുടെ പാടശേഖരം സന്ദർശിച്ചത്. പാടത്തിറങ്ങി ഞാറ് പറിക്കുന്നതും നടുന്നതുമെല്ലാം കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. സ്കൂൾ മാനേജർ ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ, സെക്രട്ടറി വർഗീസ് ചുള്ളിപ്പറമ്പിൽ, പ്രിൻസിപ്പൽ ബാബു കോയിക്കര എന്നിവർ നേതൃത്വം നൽകി. KG കോർഡിനേറ്റർ സ്മിത ജോൺസൺ, അധ്യാപികമാരായ രുക്മ സുഭാഷ്, സയന രതീഷ്, ശ്യാമ റിജു, CG രാഹുൽ, ലിബി ഡെന്നി, പുഷ്പം ജോർജ്, ലാലി ബൈജു, ജെയ്നി വർഗീസ് എന്നിവർ കുട്ടികളെ കൃഷിരീതികൾ പരിചയപ്പെടുത്തി. വീട് കയറി ആക്രമണം നടത്തി ഓട്ടോറിക്ഷയും വീടിന്റെ ജനാലയും KSEBയുടെ മീറ്റർ ബോർഡും അടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതി പിടിയിൽ. ചേർപ്പ് ചൊവ്വൂർ സ്വദേശി പെരുമ്പള്ളിശ്ശേരി വീട്ടിൽ ശ്രീനാഥാണ് അറസ്റ്റിലായത്. പെരുമ്പള്ളിശ്ശേരി സ്വദേശി മാമ്പുള്ളി വീട്ടിൽ മുരളീധരന്റെ വീട് കയറിയാണ് പ്രതി ആക്രമണം നടത്തിയത്. മുരളീധരന്റെ മകൻ ശ്രീരാമനും പ്രതിയും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം. 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ ശ്രീനാഥ്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേളയായ ചിറക് 2025 കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് മേള കലാനിധി പെരുവനം സതീശൻ മാരാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KC പ്രദീപ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശൈലജ, പഞ്ചായത്ത് അംഗങ്ങളായ A രാജീവ്, ദിനേശ് വെള്ളപ്പാടി, ICDS സൂപ്പർവൈസർ ശ്രുതി T രാംമോഹൻ എന്നിവർ സംസാരിച്ചു. നെന്മണിക്കര തൃക്കൂർ ഗ്രാമപഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന തൃക്കൂർ മണലി റോഡിന് ഭരണാനുമതിയായി. 277 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചതെന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചു. 2025-26 ബജറ്റിൽ ഉൾപ്പെടെ ഈ പ്രവർത്തനങ്ങൾക്കായി 20% തുക നീക്കിവെച്ചിരുന്നു. കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. ചെങ്ങാലൂർ ഐനിക്കൽ റാഫേലിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് TS സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ വനിതകൾക്കായി നടത്തിയ വായനാ മത്സര വിജയികൾക്ക് സമ്മാനദാനം നടത്തി. എഴുത്തുകാരനും ചിന്തകനുമായ ED ഡേവിസ് നവോത്ഥാന കേരളത്തിൽ നിന്ന് നവകേരളത്തിലേക്ക് എന്ന വിഷയം അവതരിപ്പിച്ചു. P തങ്കം, T ബാലകൃഷ്ണ മേനോൻ, KV രാമകൃഷ്ണൻ, K സുകുമാരൻ, MV യതീന്ദ്രദാസ്, TA വേലായുധൻ, PV ശാർങ്ങധരൻ, CP ത്രേസ്യ, TM രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുതുക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബയോഗം നടത്തി. സൈബർ സുരക്ഷ, മെഡിസെപ് ചികിത്സാ പദ്ധതി, പെൻഷൻ പരിഷ്കരണം എന്നീ വിഷയങ്ങൾ സംബന്ധിച്ച പ്രഭാഷണവും ചർച്ചയും നടത്തി. പുതുക്കാട് യൂണിറ്റ് പ്രസിഡന്റ് VB ശോഭനകുമാരി അധ്യക്ഷയായി. ചെങ്ങാലൂരിൽ നടന്ന കുടുംബയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. സൂര്യഗ്രാമത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ ഉദ്ഘാടനം നടത്തി. KV രാമകൃഷ്ണൻ, TA വേലായുധൻ, K സുകുമാരൻ, MV യതീന്ദ്രദാസ്, CP ത്രേസ്യ, PV ശാർങ്ങധരൻ, ആൻഡ്രു മലയാറ്റിൽ, CK ജോസഫ്, EV റോസി, EN സജീവൻ, PM ഹനീഫ എന്നിവർ സംസാരിച്ചു. വരന്തരപ്പള്ളിയിൽ മലബാർ ഗ്രാൻഡ്മാ ഹോം എന്ന പേരിൽ തണൽ വീടിന്റെ പുതിയ ബ്ലോക്ക് ഒക്ടോബർ 19 3 മണിക്ക് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെയർമാൻ CA സലീം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി R ബിന്ദു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KK രാമചന്ദ്രൻ MLA, കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും. 24,000 അടി വിസ്തീർണത്തിൽ 5,50,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മലബാർ ഗ്രാൻഡ്മാ ഹോം അഗതികളും അശരണരും പരസഹായമില്ലാതെ ദിനചര്യകൾ നിർവഹിക്കാൻ കഴിയാത്തവരും പൂർണ്ണ കിടപ്പ് രോഗികളും
ഓട്ടിസം മുതലായ മറ്റ് ശാരീരിക മാനസിക പരാധീനത അനുഭവിക്കുന്നവർക്കുമായാണ് ഒരുക്കിയിരിക്കുന്നത്. 200 പേരെ ഉൾക്കൊള്ളാവുന്ന കെട്ടിടത്തിൽ സൈക്യാട്രി അടക്കമുള്ള വിവിധ ഡോക്ടർമാരുടെ സേവനം, ഫാർമസി, ആംബുലൻസ്, ഫിസിയോതെറാപ്പി തുടങ്ങിയ സേവനങ്ങളും സൗജന്യമായി ഒരുക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ മുഖ്യ സ്പോൺസർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആണ്. ഒബ്റോൺ ആൻഡ് ഫ്ലോറ ഹോസ്പിറ്റാലിറ്റി, ബെസ്റ്റ് ഗ്രൂപ്പ് തൃശൂർ, കല്യാൺ സിൽക്സ് എന്നിവർ സഹ സ്പോൺസർമാരാണ്. കൂടാതെ നിരവധി സുമനസ്സുകളും ഈ സംരംഭത്തിൽ സഹായികളാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി CA ബഷീർ, CSR ഹെഡ് ഷബീർ, സുധീർ ബാബു, ഷൈൻ തറയിൽ എന്നിവരും പങ്കെടുത്തു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ 10+2 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. ബംഗളൂരു ചാണക്യ യൂണിവേഴ്സിറ്റിയിലെ ഡീൻ പ്രൊഫസർ സന്ദീപ് നായർ വിശിഷ്ടാതിഥിയായി, സൈലം ലേണിംഗിന്റെ സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസർ ശ്രീകുമാർ പള്ളിയത്ത് കൗൺസിലിംഗ് ക്ലാസ് നയിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തിരുന്നു. വരന്തരപ്പള്ളി സെന്റ് പയസ് സ്കൂൾ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ നിർവഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ, സ്കൂൾ പ്രധാനാധ്യാപിക എന്നിവർ സംസാരിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണം 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തുന്നത്. രുചി വൈവിധ്യങ്ങളുമായി നാടൻ പലഹാരമേളയൊരുക്കി അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ. ലോക ഭക്ഷ്യദിനവുമായി ബന്ധപ്പെട്ടായിരുന്നു പലഹാരമേള സംഘടിപ്പിച്ചത്. ബേക്കറികൾ ഇന്നത്തെ പോലെ വ്യാപകമാവാതിരുന്ന കാലഘട്ടത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിരുന്ന വൈവിധ്യമാർന്ന പലഹാരങ്ങളുടെ പ്രദർശനം നാവിൽ രുചിഭേദങ്ങളുടെ നറുമഴയായി. പുതുതലമുറയ്ക്ക് നാടൻ പലഹാരങ്ങളുടെ രുചി ആസ്വദിക്കാനും രക്ഷിതാക്കൾക്ക് പോയകാല രുചികളുടെ ഓർമ്മകൾ പുതുക്കാനും നാടൻ പലഹാരമേള അവസരമൊരുക്കി. ഓട്ടട, ഉണ്ണിയപ്പം, കുമ്പളപ്പം, കൊഴുക്കട്ട, ഏലാഞ്ചി, പഴം നിറച്ചത്, ഉന്നക്കായ തുടങ്ങിയ വ്യത്യസ്ത രൂപങ്ങളിലൂടെ നാവിൽ മധുരം വിളയിച്ചപ്പോൾ ദോശകളുടെ വൈവിധ്യവും ഇഡ്ഡലി വൈവിധ്യവും, ബീട്രൂട്ടും ചെറുപയർ തോരനും ക്യാരറ്റും ചേർത്തുള്ള ഉപ്പുമാവുകളും അല്പം എരിവും പകർന്നു. ശംഖുപുഷ്പം, ചീര, ബീട്രൂട്ട്, ചോളം, കപ്പ, പഴങ്ങൾ എന്നിവ ഉപയോഗിച്ചുണ്ടാക്കിയ വിവിധതരം പുട്ടുകളും മേളയ്ക്ക് മിഴിവേകി. റാഗിയും അമൃതം പൊടിയും ചെറുധാന്യങ്ങളും പോഷകത്തിന്റെ കുടി ഉയർത്തിയപ്പോൾ മലബാറിന്റെ തനത് വിഭവങ്ങളായ ചട്ടിപ്പത്തിരിയും പത്തിരിയും കലത്തപ്പവും കായപ്പോളയും വേറിട്ട അനുഭവമായി. മേള പ്രധാനാധ്യാപിക സിനി M കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് NS ശാലിനി അധ്യക്ഷത വഹിച്ചു. LP പ്രധാനാധ്യാപിക MR രേണുദാസ്, കൺവീനർ MB സജീഷ് എന്നിവർ സംസാരിച്ചു. പരിപാടികൾക്ക് അധ്യാപകരായ T അജിത, C രേഷ്മ, കൃഷ്ണ, MS ശല എന്നിവർ നേതൃത്വം നൽകി. ഇനി കാണാം തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി എൻ്റെ വോട്ട് എൻ്റെ നാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NCTV പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചായത്തുകളെ പരിചയപ്പെടുത്തുന്നു. ഇന്ന് വരന്തരപ്പള്ളി പഞ്ചായത്ത്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭൂവിസ്തൃതി കൊണ്ട് ജില്ലയിലെ തന്നെ വലിയ ഗ്രാമപഞ്ചായത്തുകളിലൊന്നാണ് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. ദേശീയപാത 544 നിന്ന് ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന പാതയിലാണ് വരന്തരപ്പള്ളി ഗ്രാമം. പള്ളിക്കുന്ന് മുതൽ വനാതിർത്തിയായ എച്ചിപ്പാറ വരെയുള്ള പ്രദേശങ്ങളാണ് പഞ്ചായത്തിൽ ഉൾപ്പെടുന്നത്. കച്ചവടക്കാരും തോട്ടം മേഖലകളിൽ പണിയെടുക്കുന്നവരും വനവിഭവങ്ങൾ ശേഖരിക്കുന്ന ആദിവാസികളും ഉൾപ്പെടുന്ന തൊഴിൽ വൈവിധ്യം നിറഞ്ഞ പഞ്ചായത്താണിത്. ജലസമൃദ്ധമായ ചിമ്മിനിയും അവിടെ നിന്ന് പുറപ്പെടുന്ന കുറുമാലിപ്പുഴയും വരന്തരപ്പള്ളിയുടെ ജീവനാഡിയാണ്. UDFന്റെ തുടർച്ച അവസാനിപ്പിച്ച് 22-ൽ 12 സീറ്റുകൾ നേടിയാണ് LGF 2025 അധികാരത്തിൽ എത്തിയത്. ശക്തമായ ത്രികോണ മത്സരത്തിനൊടുവിൽ UDF 6, BJP 4 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. വാർഡ് വിഭജനം പൂർത്തിയാകുമ്പോൾ കലവറക്കുന്ന്, തെക്കേമുറി എന്നിങ്ങനെ 2 വാർഡുകൾ കൂടി ഉൾപ്പെടുത്തി 24 വാർഡുകളായി മാറുകയാണ് വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ ചിത്രം.
33,959 വോട്ടർമാരാണ് ഇവിടെ വിധിയെഴുതുന്നത്. വടാന്തോൾ, കോരനൊടി, വരന്തരപ്പള്ളി നോർത്ത്, വടക്കുമുറി, വേലൂപ്പാടം മഠം, വേലൂപ്പാടം, പുലിക്കണ്ണി, പാലപ്പിള്ളി, എച്ചിപ്പാറ, കുണ്ടായി, കന്നാറ്റുപാടം, ഇഞ്ചക്കുണ്ട്, മുപ്ലിയം, പൗണ്ട്, കാരിക്കുളം കടവ്, കലവറക്കുന്ന്, പിടിക്കപ്പറമ്പ്, കുഞ്ഞക്കര, മാഞ്ഞൂർ, തെക്കേമുറി, നന്ദിപുലം, ആറ്റപ്പള്ളി, മാട്ടുമല, വരന്തരപ്പള്ളി സൗത്ത്, മാട്ടിൽ ദേശം എന്നിവയാണ് നിലവിലെ വാർഡുകൾ. ഇതിൽ വടാന്തോൾ, വടക്കുമുറി, വേലൂപ്പാടം മഠം, പാലപ്പിള്ളി, എച്ചിപ്പാറ, പൗണ്ട്, കാരിക്കുളം കടവ്, കുഞ്ഞക്കര, തെക്കേമുറി, ആറ്റപ്പള്ളി, മാട്ടുമല, മാട്ടിൽ ദേശം വാർഡുകൾ വനിതാ സംവരണമാണ്. വാർഡ് 2 കോരനൊടി SC വനിതാ സംവരണവും വാർഡ് 16 പിടിക്കപ്പറമ്പ് SC ജനറൽ സംവരണ സീറ്റുമാണ്. കൊളത്തൂക്കാവ് ശ്രീ മഹാവിഷ്ണു ദേവീ ക്ഷേത്രത്തിൽ ആയില്യപൂജ നടത്തി. ക്ഷേത്രം മേൽശാന്തി ശ്രീകുമാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രം പ്രസിഡന്റ് വടുതല നാരായണൻ, ട്രഷറർ സരിത നാരായണൻകുട്ടി, കമ്മിറ്റി അംഗങ്ങളായ കല ജയപ്രകാശ്, പ്രവീൺ കുമാർ, സുരേഷ് ഏലിപ്പറമ്പിൽ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ശബരിമലയിലെ സ്വർണമോഷണ വിവാദത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നെന്മണിക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പദയാത്ര നടത്തി. RSS സഹ പ്രാന്ത് ബൗദ്ധിക് പ്രമുഖ് സുനിൽ ഉദ്ഘാടനം ചെയ്തു. BJP നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് മാളാത്ത് അധ്യക്ഷത വഹിച്ചു. കർഷക മോർച്ച സിറ്റി ജില്ലാ പ്രസിഡന്റ് AG രാജേഷ് മുഖ്യ പ്രഭാഷണം നടത്തി. വിദ്യാധരൻ കോപ്പാട്ടിൽ, നിവീഷ് സുധാകരൻ, രാഗി കണ്ണൻ, സുരേഷ് എറവക്കാട്, ശ്യാംകുമാർ, ജോയ് കുന്നിശ്ശേരി എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. വെള്ളിക്കുളങ്ങര സാന്ത്വനം സാരഥിയുടെയും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സാരഥി നാഷണൽ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ തേക്കാനത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആനിമേറ്റർ സിസ്റ്റർ ശാന്തി, സാരഥി പ്രസിഡന്റ് ഷാജു കാവുങ്ങൽ, സെക്രട്ടറി വിൽസൺ കണ്ണത്താൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സബ് ഇൻസ്പെക്ടറായി നിയമിതനായ രാഹുൽ രഘുനാഥിനെ മാങ്കുറ്റിപ്പാടം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പ്രസിഡന്റ് ശിവരാമൻ പോതിയിൽ, വൈസ് പ്രസിഡന്റ് MK കൃഷ്ണകുമാർ, സെക്രട്ടറി ജയൻ പള്ളത്ത്, മുൻ സെക്രട്ടറി രാഘവൻ തിരുനിലത്തിൽ എന്നിവർ സന്നിഹിതരായി. പൊലിയേടത്ത് റിട്ടയേർഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ രഘുനാഥിന്റെയും റിട്ടയേർഡ് അധ്യാപിക കോമളവല്ലിയുടെയും മകനാണ് രാഹുൽ. സേവാഭാരതി പുതുക്കാടും ഹേമാസ് ക്ലിനിക്കും സംയുക്തമായി ഞായറാഴ്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. ഞായറാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 വരെ സെന്റ് സേവിയേഴ്സ് കോൺവെന്റ് UP സ്കൂളിലാണ് ക്യാമ്പ് നടക്കുക. ഗൈനക്കോളജിസ്റ്റ്, പൾമണോളജിസ്റ്റ്, ജനറൽ പ്രാക്ടീഷണർ, ന്യൂട്രീഷനിസ്റ്റ് തുടങ്ങി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും. ബുക്കിംഗിനായി ബന്ധപ്പെടുക 8943535758 അല്ലെങ്കിൽ 9846337521. ഇനി കാണാം ഇൻഫോ ടോക്ക്. ചായ അല്ലെങ്കിൽ കാപ്പി കുടിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുന്നവരാണ് അധികം ആളുകളും. എന്നാൽ ചായ കുടിക്കുന്നത് കൊണ്ട് ചില ദോഷവശങ്ങൾ കൂടിയുണ്ട്. പഞ്ചസാര ചേർത്ത് ചായ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ചായയുടെ അമിത ഉപയോഗം ശരീരത്തെ പ്രതികൂലമായി ബാധിക്കും. റിപ്പോർട്ടിലേക്ക്. സ്ഥിരമായി ചായ കുടിക്കുമ്പോൾ കഫീൻ കൂടുതലായി ശരീരത്തിലെത്തുന്നു. ഇത് കാലക്രമേണ നിങ്ങളുടെ ചർമ്മത്തെ വരണ്ടതാക്കുകയും പ്രായമായവരുടെ ശരീരം പോലെ ചുളിവുകളും വരകളും വരുത്തുകയും ചെയ്യും. ചായ കുടിക്കുന്നത് ഇടയ്ക്കിടെയുള്ള മൂത്രശങ്കയ്ക്ക് കാരണമാകുന്നു. ചായയിൽ പഞ്ചസാര ചേർക്കുന്നത് രുചി മെച്ചപ്പെടുത്തുമെങ്കിലും അത് കുടലിന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. അധിക പഞ്ചസാര ദോഷകരമായ കുടൽ ബാക്ടീരിയകളെ പോഷിപ്പിക്കുകയും കുടൽ മൈക്രോബയോമിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു. കാലക്രമേണ ഇത് വയറുവീർക്കൽ, ദഹനക്കുറവ്, വീക്കം എന്നിവയിലേക്ക് നയിച്ചേക്കാം. പഞ്ചസാരയ്ക്ക് പകരം മിതമായ അളവിൽ തേൻ ചേർക്കാൻ ശ്രമിക്കുക. വെറും വയറ്റിൽ ചായ കുടിക്കുന്ന ശീലവും ആരോഗ്യത്തിന് നല്ലതല്ല. രാവിലെ ചായ കുടിക്കുമ്പോൾ ഉന്മേഷം തോന്നുമെങ്കിലും അത് വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കും. ചായയിൽ ടാനിനുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ആമാശയത്തിലെ ആസിഡ് വർദ്ധിപ്പിക്കുന്നു. കാലക്രമേണ ഇത് ദഹനത്തെ പോലും ബാധിക്കുകയും അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ചായ കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അമിത ചൂട് ചായ കുടിക്കുന്നതും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കാരണം അമിത ചൂട് ചായ തൊണ്ടയിലെയും വയറ്റിലെയും സൂക്ഷ്മമായ കലകളെ തകരാറിലാക്കും.
പതിവായി ചൂടുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് അന്നനാളത്തിൽ അസ്വസ്ഥതയുണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ചായ ചെറുതായി തണുത്ത ശേഷം കുടിക്കുക. രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ചായ കുടിക്കുന്ന ശീലം ചിലർക്കുണ്ട്. ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടു മുൻപ് ചായ കുടിക്കുന്നത് ഉറക്കത്തെയും ദഹനത്തെയും തടസ്സപ്പെടുത്തും. ചായയിൽ സ്വാഭാവികമായും കഫീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ഉണർത്താതിരിക്കുകയോ അസിഡിറ്റിയിലേക്ക് നയിക്കുകയോ ചെയ്യും. വളരെ വൈകി ചായ കുടിക്കുന്നത് ഉറക്കത്തെയും ബാധിക്കാം. ഗ്രീൻ ടീ പലപ്പോഴും ആരോഗ്യകരമാണെന്ന് പറയുമ്പോഴും അമിതമായി കഴിക്കുന്നത് വയറിന് അസ്വസ്ഥത ഉണ്ടാക്കും. ഉയർന്ന അളവിലുള്ള കാറ്റച്ചിനുകളും കഫീനും ചില സന്ദർഭങ്ങളിൽ കരളിന് സമ്മർദ്ദമുണ്ടാക്കുകയും ചെയ്യും. മിതമായ അളവിൽ ഒരു ദിവസം ഏകദേശം 2 മുതൽ 3 കപ്പ് വരെ കഴിക്കാവുന്നതാണ്. പഞ്ചസാരയ്ക്ക് പകരം മറ്റ് കൃത്രിമ മധുരങ്ങൾ ചേർക്കുന്നതും നല്ലതല്ല, കാരണം അവ കുടൽ ബാക്ടീരിയയെയും ദോഷകരമായി ബാധിക്കും. അസ്പാർട്ടം, സൂക്രലോസ് തുടങ്ങിയ മധുരപലഹാരങ്ങൾ കുടൽ മൈക്രോബയോട്ടിനെ തടസ്സപ്പെടുത്തുകയും ദഹന അസ്വസ്ഥതകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ചായയ്ക്ക് മധുരം നൽകേണ്ടി വന്നാൽ സ്റ്റീവിയ പോലുള്ള പ്രകൃതിദത്ത മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ മധുരം പൂർണ്ണമായും ഒഴിവാക്കുക. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് 2025-26 വർഷത്തിൽ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി കരാർ അടിസ്ഥാനത്തിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത: GNM, BSc നഴ്സിംഗ് ബിരുദം, നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ, പ്രവൃത്തി പരിചയം, അഭികാമ്യം. താൽപ്പര്യമുള്ളവർ ഒക്ടോബർ 21 വൈകിട്ട് 5 മണിക്ക് മുൻപ് അപേക്ഷ വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,865 രൂപ, പവന് 94,920 രൂപ. പുതുക്കാട് കണ്ണമ്പത്തൂർ പുത്തൻചിറക്കാരൻ അംബിക അന്തരിച്ചു. 56 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ നളിനാക്ഷനാണ് ഭർത്താവ്. നിവേദിത, ശ്രീഗേഷ് എന്നിവർ മക്കളും സിബി മരുമകനുമാണ്. വരന്തരപ്പള്ളി ചിറ്റടി തോമസ് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സാറയാണ് ഭാര്യ. ബാബു, സിനു എന്നിവർ മക്കളും സുരേഷ്, ഫ്രാൻസിസ് മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള KSRTC ഡബിൾ ഡെക്കർ ബസിന്റെ ട്രയൽ റൺ ആവേശമായി. യാത്രക്കാരായി മന്ത്രിമാർ അടക്കമുള്ളവർ. പുതുക്കാട് തെക്കേത്തുറവ് ഗേറ്റിന് സമീപം ട്രെയിൻ തട്ടി വയോധിക മരിച്ചു. മരിച്ചത് വടക്കേത്തുറവ് സ്വദേശിനി. ചേർപ്പിൽ വീട് കയറി ആക്രമണം നടത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. ഓട്ടോറിക്ഷയും വീടിന്റെ ജനാലയും KECBയുടെ മീറ്റർ ബോർഡും പ്രതി അടിച്ചു തകർത്തു. കലാവിരുന്നൊരുക്കി പറപ്പൂക്കര പഞ്ചായത്തിന്റെ ചിറക് 2025. നിരവധി പേർ പങ്കെടുത്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.